എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി.എഡ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആ ഒരു പേജിൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി.എഡ് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് കാണിച്ചു തരാം. അതായത് വിദ്യാർത്ഥികൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. അതായത് admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ താഴോട്ടേക്ക് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബി.എഡ് അഡ്മിഷൻ 2025 പ്രോഗ്രാം ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ബി.എഡ് എന്നുള്ള, അതായത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബി.എഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അഥവാ നിങ്ങൾ പ്രോഗ്രാം ലിസ്റ്റിലാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ അത് ഇങ്ങനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബി.എഡ് അഡ്മിഷൻ 2025 എന്നുള്ള, അതായത് അവിടെ ഒരു ഹോമിൻ്റെ പോലത്തെ ഒരു സിമ്പിളാണ്, അതായത് ഒരു സിമ്പിളാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് അല്പം സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഫോൺ നേരെ പിടിച്ചിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിച്ചതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ട്രയൽ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൻ്റെ ആ ഒരു പ്രസ് റിലീസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ കാണാം ബി.എഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ബി.എഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് 2025 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ 2025 ബി.എഡ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ കാണാം. എന്നാൽ നിങ്ങൾക്ക് താഴെയായിട്ട് ബി.എഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ഓൺ 30/2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട്. ദ കാൻഡിഡേറ്റ് ജനറൽ ഹു ഹാവ് നോട്ട് സെക്യൂർഡ് 50%, അതായത് 50% ഓർ ഇക്വലൻ്റ് OGPA CGPA and SCBC or OEC candidates who have not secured 45% or equivalent OGPA or CGPA in the qualifying examination are not eligible for B.Ed കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. അത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് 50% മാർക്ക്, അതുപോലെ തന്നെ SCBC OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 45% മാർക്കാണ് വേണ്ടത്. ഈ ഒരു മാർക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് B.Ed കോഴ്സിന് എലിജിബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രോഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ, നിങ്ങളിപ്പോൾ ഏതൊക്കെ കോഴ്സുകൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് അത് കറക്റ്റായിട്ടൊന്നും വർക്ക് ചെയ്യത്തില്ല. അത് ഓൾ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെലക്ട് കോഴ്സ് എന്നുള്ളതാണ് അതെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഏത് B.Ed കോഴ്സിനാണോ നിങ്ങൾ ഓപ്ഷനുകൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ B.Ed മാത്തമാറ്റിക്സ് ആണ് കൊടുത്തതെങ്കിൽ ആ ഒരു B.Ed മാത്തമാറ്റിക്സ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഏത് കോളേജായിരുന്നോ ഈ ഒരു ഓപ്ഷനായിട്ട് ഏത് കോളേജിലായിരുന്നു B.Ed മാത്തമാറ്റിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എത്ര ഓപ്ഷൻ വെച്ചിട്ടുണ്ടോ ആ ഒരു ഓരോ ഓപ്ഷൻ്റെയും ഇതേ രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത്, അതായത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ കോളേജ് സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെയെങ്കിലാണ് അതിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റുക. അപ്പോൾ സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ഒരു പേജ് ലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോളേജ് വൈസ് B.Ed ഫൈനൽ റാങ്ക് ലിസ്റ്റ് 2025 സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഇൻ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ തലശ്ശേരി, അതായത് തലശ്ശേരി ബ്രണ്ണൻ കോളേജാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കോളേജ് വന്നിട്ടുള്ളത്. അവിടെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് സൈഡിലായിട്ട് കൊടുക്കാം 182 വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് റാങ്ക് നമ്പർ, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, സ്റ്റുഡൻറ്റ് നെയിം, അതുപോലെ തന്നെ ജെൻഡർ, അതുപോലെ നിങ്ങൾക്ക് ഏത് റിസർവേഷനിലാണോ കാറ്റഗറി ക്ലെയിം ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ കാസ്റ്റ് ഏതാണ്, അതുപോലെ തന്നെ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, അതുപോലെ നിങ്ങൾ EWS വിഭാഗമാണെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കാണാനായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ എത്രാമതായിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കിത് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എല്ലാ വിദ്യാർത്ഥികളുടെയും, അതായത് അപേക്ഷ നിങ്ങൾ കൊടുത്തതിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ ഒരു ലിസ്റ്റിൽ 182 വിദ്യാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. ഇപ്പോൾ ഞാൻ അടുത്തതായിട്ട് മറ്റൊരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തത് ഇന്ന കോളേജ് ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോളേജ് സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഈ ഒരു കോളേജിൽ 173 വിദ്യാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ BSc അല്ല B.Ed മാത്തമാറ്റിക്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ B.Ed
സോഷ്യൽ സയൻസിന് കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് അതിനും ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏത് കോളേജിലായിരുന്നോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇവിടെ മുകളിലായിട്ട് തന്നെ കൊടുത്ത് കാണാൻ പറ്റും, B.Edൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ അത് കറക്റ്റായിട്ട് ആ ഒരു പേജ് ഇങ്ങോട്ടേക്ക് ലോഡ് ആവാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു പേജിൻ്റെ താഴെ പേജിൽ പോയിട്ട് നോക്കാം. ഈ ഒരു ലിസ്റ്റിൽ 605 വിദ്യാർത്ഥികളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പേര് ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റിലെ, അതായത് വെബ്സൈറ്റിലല്ല ബ്രൗസറിലെ ഫൈൻഡ് ഇൻ പേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഫൈൻഡ് ഇൻ പേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ പേര് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം, അതായത് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ നിങ്ങളുടെ പേര് എന്താണ് വെച്ചാൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ, അതായത് ഈ ഒരു പേജ് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഹോം പേജിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു നിലവിൽ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം നമുക്ക് ഷെഡ്യൂൾ നോക്കാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ്, അതായത് പ്രസ് റിലീസിൽ 2025-26 അധ്യയന വർഷത്തെ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലെയും B.Ed സെൻറ്ററുകളിലെയും B.Ed പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഇതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അതായത് നിങ്ങളെ കോളേജ് കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബ്രണ്ണൻ കോളേജിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എൻ്റെ റാങ്ക് ഇപ്പോൾ ഒരു 5 ആണെങ്കിൽ എന്നെ ആ ഒരു കോളേജിൽ നിന്ന് വിളിക്കും. അതായത് ഇന്ന സീറ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ B.Ed കോഴ്സിന് അഡ്മിഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾ വന്നിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് B.Edൻ്റെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ കൊടുത്തത് പ്രകാരം പറഞ്ഞിട്ടുള്ളത്, അതായത് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഒരു പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 30/2025, അതായത് ഇന്ന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു B.Edൻ്റെ അഡ്മിഷൻ നടക്കുന്നത് നാളെ മുതൽ ഓഗസ്റ്റ് 2-ാം തീയതി വരെയാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു B.Edൻ്റെ കോളേജ് എവിടെയാണോ, അതായത് ആ ഒരു കോളേജ് ഏതാണ്, നിങ്ങൾ ഓപ്ഷൻ വെച്ച കോളേജുകളിലൊക്കെ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കാം. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഇത്രാം സ്ഥാനത്താണ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം ചോദിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ ഓരോ B.Edൻ്റെ ആ ഒരു സ്ഥാപനങ്ങളിലും, അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എത്ര വീതം സീറ്റ് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കോളേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു കോളേജസിൻ്റെ ആ ഒരു ലിസ്റ്റിൽ അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രോഗ്രാംസിൻ്റേതിൽ സീറ്റ് വേക്കൻസി കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഇതിൽ പ്രോസ്പെക്ടസിൽ വേക്കൻസി കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വേക്കൻസി നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നമുക്ക് വേക്കൻസി നോക്കാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ പ്രോസ്പെക്ടസിൽ 20-ാമത്തെ പേജിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്, അനക്സ്റ്റർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കോളേജിലും അതായത് ഏത് കോളേജിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെൻറ്റർ നെയിം, കോളേജാണോ സെൻറ്ററാണോ അതിനനുസരിച്ച് പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ്, കോളേജ് ടൈപ്പ് ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ, അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീറ്റ് ടോട്ടലായിട്ട് ചില കോളേജിൽ 50 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ചില കോളേജിൽ 100 ഉണ്ട്, അതായത് അൺഎയ്ഡഡ് ചില കോളേജിൽ 100 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടലായിട്ട്, അതായത് കുറേ കോളേജസ് ഉണ്ട്. അപ്പോൾ അധിക കോളേജിലും ഈ ഒരു 50 സീറ്റ്, അതുപോലെ തന്നെ 100 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചില കോളേജിൽ 100 സീറ്റ് ഉണ്ട്. അതായത് കണ്ണൂർ സർവകലാശാലയുടെ ആ ഒരു സെൻട്രൽ, അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ സെൻട്രൽ ടോട്ടലായിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു 13, ഇംഗ്ലീഷിന് 13, മലയാളത്തിന് 12, അതുപോലെ സംസ്കൃതത്തിന് 12, മാത്തമാറ്റിക്സിന് 12, അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ടീച്ചർ സെൻറ്ററിൽ എത്ര എണ്ണം ഓരോ കോഴ്സിനുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് ഓരോ കോഴ്സിനും എത്ര വീതം എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് 16 സെൻറ്റേഴ്സാണ്, ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റേഴ്സാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. 16 ആണെന്നാണ് തോന്നുന്നത്. കാരണം ആ ഒരു 16 കോളേജസിൻ്റെ ലിസ്റ്റാണ് അതിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ആ ഒരു കോളേജിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് നാളെ മുതലാണ് ഇതിൻ്റെ അഡ്മിഷൻ, നാളെ മുതലാണ് ഇതിൻ്റെ അഡ്മിഷൻ. അതായത് ജൂലൈ 31 തീയതി മുതൽ ഓഗസ്റ്റ് 2 തീയതി വരെയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. അതായത് ഇത് ഈ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായിട്ട് ആ ഒരു ഡേറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം 4 തീയതിയാണ് ഈ BEdൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക. പേരുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ ആ ഒരു ഏത് കോളേജിലാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൽ വിളിച്ചിട്ട് നിങ്ങളുടെ റാങ്ക് ഇത്രയാണ്, അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം അന്വേഷിക്കുക. അഡ്മിഷൻ കിട്ടുമെങ്കിൽ നിങ്ങളോട് വരാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം ഒരു 5000, അതായത് ഒരു 10,000 രൂപക്കുള്ളിൽ തന്നെ ആ ഒരു ഫീസ് നിങ്ങൾക്ക് അത്രയും മാത്രമേ ഫീസ് വരുന്നുള്ളൂ. അതായത് 10,000-ന് താഴെ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഇപ്പോൾ എയ്ഡഡ് കോളേജസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 60,000 ആണെന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഫീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഫീസിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഫീസ് വരുന്നത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് താഴെ മാത്രമേ വരത്തുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 65,000 രൂപയാണ് വാർഷിക ഫീസ് വരുന്നത്. അതുപോലെ തന്നെ 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അതിനനുസരിച്ച് ഫീസ് വരുന്നതായിരിക്കും. ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ആണെങ്കിലും ഫീസ് കുറവായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.